കർത്താവിൻ്റെ തിരുനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. വിശുദ്ധ പത്രോസ് അപ്പസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ നിയമസഭയ്ക്ക് എഴുതിയിരിക്കുന്ന രാജകീയ പുരോഹിതവർഗം എന്ന അതിമഹത്വകരമായ വിഷയത്തെ ആസ്പദമാക്കിയാണ് ചില നാളുകളായി നമ്മൾ തിരുവചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തെയും പുതിയ നിയമത്തിലെ ദൈവസഭ അഥവാ രാജകീയ പുരോഹിതവർഗത്തെയും താരതമ്യം ചെയ്താണ് പഠിക്കുന്നത്. അതിൽ നിഴലായ പഴയ നിയമ ഇസ്രായേൽ ജനവും പൗരോഹിത്യവും റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമുക്ക് ബുദ്ധിയുപദേശമായി എഴുതിയിരിക്കുന്നു. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നടുവിൽ നടന്ന സകല വിഷയങ്ങളും, അവരുടെ മുന്നേറ്റം, അവരുടെ പിന്മാറ്റം, അവരുടെ വിശുദ്ധ ജീവിതം, അവരുടെ അശുദ്ധ ജീവിതം, അവരുടെ ഭരണസമ്പ്രദായം, ദൈവത്തെ തിരസ്കരണം, ഇതെല്ലാം പുതിയ നിയമസഭയ്ക്ക് ഒരു പാഠമാണ്. കഴിഞ്ഞ ക്ലാസ് വരെ ഇസ്രായേൽ ജനങ്ങളുടെ പൂർവകാല ആരാധന സമ്പ്രദായം, വിഷയം എന്നിവയെക്കുറിച്ച് അല്പമായി വിചിന്തനം ചെയ്തപ്പോൾ ലേവ്യ പൗരോഹിത്യവും ജനവും ഒരു ആരാധനാ സമൂഹം ആയിരുന്നു എന്ന്. The Levitical priesthood and the people were a worshipping community. 40 ദീർഘസംവത്സരങ്ങൾ ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം വിചിന്തനം ചെയ്തു വന്നത്. തുടർന്നും അവർ മരുഭൂമിവാസം അവസാനിപ്പിച്ച് വാഗ്ദത്ത ദേശം വന്നതിന് ശേഷം ഉള്ള അവരുടെ ആത്മീയവും അനാത്മീയവുമായ വിഷയങ്ങൾ എങ്ങനെയിരുന്നു എന്ന് അല്പമായി ഹ്രസ്വ വിശകലനം ചെയ്ത ശേഷം ഇന്നത്തെ ആത്മീയ സഭയുടെ അവസ്ഥ എങ്ങനെയിരുന്നു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള വിഷയത്തെ ഒന്ന് വിചിന്തനം ചെയ്യാം. അവർ വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം മരുഭൂമി യാത്രയുടെ അവസാനം വരെ അവർ യാതൊരുവിധ അന്യാരാധനകൾക്കും വശംവദർ ആകാതെ യഹോവയെ മാത്രം ആരാധിച്ചു. ആരാധന കേന്ദ്രം ആയിരുന്ന കൃപാസനം, പെട്ടകം, കൂടാരം എന്നിവയുടെ ചുറ്റും വസിച്ചുകൊണ്ട് ഏകദേശം 39 സംവത്സരങ്ങൾ, അതായത് സമാഗമന കൂടാരത്തിൻ്റെ പണി ആരംഭിച്ചത് മുതൽ, പുറപ്പാട് പുസ്തകം 19:1 ആരംഭിക്കുന്നത്, പണി പൂർത്തീകരിച്ചത് 39-ാം അധ്യായം 32-ാമത്തെ വാക്യം. അപ്പോൾ ഇത്രയും കാലം 39 സംവത്സരം ആ പ്രതിഷ്ഠ നടത്തി. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 38 വരെ വാക്യങ്ങൾ. അന്നു മുതൽ കനാൻ ദേശ പ്രവേശനം വരെയുള്ള കാലം 39 സംവത്സരം ആയിരുന്നു. ആധാരമായി പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 40-ാം അധ്യായം 17-ാം വാക്യം വരെ വായിച്ചു കൊണ്ടാൽ അത് അനായാസേന ഗ്രഹിക്കാവുന്നതാണ്. ഈ കാലം അത്രയും അവർ ലേവി ഗോത്ര പുരോഹിത വർഗത്തിൻ്റെ നേതൃത്വത്തിലും പൗരോഹിത്യ ശുശ്രൂഷയിലും യഹോവയാം ദൈവത്തെ മാത്രം ആരാധിച്ചും നമസ്കരിച്ചും പോന്നിരുന്നു. ഏകദൈവ വിശ്വാസികളായിരുന്നു അവർ ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ പൗരോഹിത്യ ജനവും ആരാധന സമൂഹവും ആയിരുന്നു എന്നുള്ള നിസ്തർക്കമായ വിഷയം. They were a monotheistic worshipping community. ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്ന ജനം ആയിരുന്നു. അടുത്തത് നമ്മൾ കാണുവാൻ പോകുന്നത് വാഗ്ദത്ത ദേശത്ത് എത്തിയ ശേഷം സത്യദൈവാരാധനയോടുള്ള ബന്ധത്തിൽ. വാഗ്ദത്ത ദേശത്ത് എത്തിയത് മുതൽ വാഗ്ദത്ത ദേശം നഷ്ടമായി ബാബിലോന്യ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന കാലം വരെ അവരുടെ ഇടയിൽ കടന്നുകൂടിയ അന്യദേവ ആരാധനകളും
അതിൻ്റെ പരിണത ഫലങ്ങളും എന്തായിരുന്നു എന്നൊന്ന് ചിന്തിക്കുന്നത് ഇത്തരണത്തിൽ രാജകീയ പുരോഹിതവർഗമാകുന്ന ദൈവസഭയ്ക്ക് ഒരു പാഠമാണ്. വരിക തിരുവചനത്തിലേക്ക്. യോശുവ തൻ്റെ ജനത്തെ 31 രാജാക്കന്മാരെ തോൽപ്പിച്ച് 6 ദേശങ്ങൾ സ്വന്തമാക്കി ഭാഗം ഭാഗമായി ലേവി ഒഴികെയുള്ള 12 ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുത്തു. ലേവി ഗോത്രത്തിനാകട്ടെ യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് 3 പടിഞ്ഞാറ് ഭാഗത്ത് 3 സങ്കേത നഗരങ്ങളുണ്ടാക്കി അവരെ അവിടെ പാർപ്പിച്ചു. ഇസ്രായേൽ ജനം ദേശം കൈവശമാക്കുവാൻ യോശുവ കൊടുത്തതിന് പ്രകാരം ഓരോരുത്തൻ താൻ്റെ അവകാശ ഭൂമിയിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ആ ഒരു തലമുറ ജനം യഹോവയെ സേവിച്ചു. യോശുവയുടെ കാലത്തും യഹോവയുടെ പ്രവൃത്തികൾ കണ്ട തലമുറയ്ക്ക് ശേഷം യഹോവയുടെ പ്രവൃത്തികളെ അറിയാതെ പോയ കാരണത്താൽ അടുത്ത ഒരു തലമുറ എഴുന്നേറ്റു. ആവർത്തന പുസ്തകം 6 മുതൽ 15, ന്യായാധിപന്മാരുടെ പുസ്തകം 2 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും. ഇതെന്തിനാണ് നാം പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതും ദൈവസഭയ്ക്ക് ഒരു ബുദ്ധിയുപദേശം. ഇന്നേക്ക് ഏകദേശം 100 സംവത്സരങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശമായി കൺമുൻപിൽ കണ്ട ആ ഒരു തലമുറ ജീവിച്ചിരുന്ന കാലം മുഴുവൻ ആത്മീയ മരുഭൂമിയിൽ ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുകയും സേവിക്കുകയും ചെയ്ത ജനങ്ങൾ. അതിനുശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാത്ത അടുത്ത ഒരു തലമുറ എഴുന്നേറ്റു. ആ തലമുറയും ഭാഗികമായി ദൈവത്തെ ആരാധിച്ചുവെങ്കിലും ഇന്ന് നാമധേയമായി മാത്രം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്താണ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത്? അവർ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചു, യഹോവയെ ഉപേക്ഷിച്ചു. 2 ബാലിനെയും അസ്തോരത്തിനെയും, ന്യായാധിപന്മാരുടെ പുസ്തകം 2:13 ചെന്ന് സേവിച്ചു. പരിണതഫലം യഹോവ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 2:14. ഈ ആധുനിക നൂറ്റാണ്ടിൽ കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലും ഉണർവിൻ്റെ ഫലമായി പ്രവർത്തിപ്പാൻ പോയ ദൈവദാസന്മാരുടെ കാലയളവിലുണ്ടായ ജനത്തിൻ്റെ, ആത്മീയ ജനത്തിൻ്റെ 2-3 തലമുറകൾ വന്നപ്പോൾ ലോകമയത്വത്തിലേക്ക് സഭ പ്രവേശിച്ചു. ലോകത്തിൻ്റെ എല്ലാ കാര്യത്തിലും അവർ വീണ്ടും ചെന്ന് ദൈവഭക്തി ഉപേക്ഷിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി എന്താണ് സംഭവിച്ചത്? ആത്മീയ കവർച്ചക്കാരുടെയും നാമധേയ ആരാധകരുടെയും നടുവിൽ അവരുടെ ആത്മീയ അടിമത്വത്തിൽ ഇന്ന് വലിയൊരു കൂട്ടം ജനം ആയിത്തീർന്നിരിക്കുന്നു. പിതാക്കന്മാരുപേക്ഷിച്ച സകല ലൗകിക സുഖങ്ങളും ആത്മീയ ഗോളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ആത്മീയരുടെ കൺവെൻഷനുകളിൽ രാഷ്ട്രീയക്കാർ രംഗപ്രവേശം ചെയ്ത് എന്തെല്ലാം പ്രസംഗിക്കുന്നു, അതിനെഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന പ്ലാറ്റ്ഫോമിലെ സിംഹാസനസ്ഥരും അത് കണ്ടിട്ട് മുൻപിൽ കൂടി ഹുറേ വിളിക്കുന്ന ഒരു കൂട്ടം ആത്മീയ വിശ്വാസികളും. ദൈവം ഇല്ല എന്നും ദൈവവിശ്വാസികൾ മൂഢന്മാരാകുന്നുവെന്നും ദൈവവിശ്വാസം പ്രസംഗിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണെന്നും പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ച് പെന്തക്കോസ്തുകാരുടെ യുവജന സംഘടനകളുടെ മീറ്റിങ്ങുകളും മറ്റും ഉദ്ഘാടനം ചെയ്യിക്കുന്ന ദുരവസ്ഥ ഇന്നത്തെ ആത്മീയ കോളത്തിൽ വന്നിരിക്കുന്നു. അത് പല യൂട്യൂബ് ചാനലുകളിലും
വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരളവുകോലായിരിക്കട്ടെ ദൈവസഭ എവിടെ ചെന്നെത്തിയിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്ത ദേശത്ത് വന്ന് ഇനിയും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായി അന്യദൈവത്തെ ആരാധിച്ച അവരുടെ മക്കൾ കവർച്ചക്കാരുടെ കയ്യിലായിപ്പോയി എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്നത്തെ ആത്മീയഗോളത്തിലെ ജനങ്ങൾ ഒരു കാലത്ത് സഭ അടച്ച് വാതിലടച്ച് പിണ്ഡം വെച്ചിരുന്ന ഓർത്തഡോക്സുകാരും മാർത്തോമക്കാരും മറ്റു പലരും ദൈവസഭയെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. അവരുടെ ഉത്സവങ്ങളിൽ കോമാളികളായി നമ്മുടെ ഇപ്പോഴത്തെ തലമുറ പോകുന്നു. അവരെ വിളിച്ച് കോമാളിത്തരം കാണിപ്പാൻ ദൈവസഭയുടെ വാതിൽ തുറന്നിരിക്കുന്നു. അനന്തരഫലമായി ദൈവം അവരെ ഉപേക്ഷിച്ചു. ഇന്നും അതുതന്നെയല്ലേ കാണുന്നത്? ദൈവസാന്നിധ്യം എവിടെയുണ്ട്? ഏത് സഭകളിലുണ്ട്? മിടുക്കും ചുണയും കാണിക്കുന്ന വേലക്കാരും കാണാപ്പാഠം പഠിച്ചു വച്ചിരിക്കുന്ന പ്രസംഗം പ്രസംഗിച്ച് ദൈവവചനത്തിലെ ഉപദേശങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഇളക്കിപ്പെരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലയളവിലല്ലേ നാം വന്നിരിക്കുന്നത്? ഇതിൽ ചെയ്യുവാനുള്ള ഒരൊറ്റ കാരണം, യഹോവയുടെ പ്രവൃത്തികൾ കേട്ടിട്ടുള്ള ജനങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് യഹോവ അവരെ രക്ഷിപ്പാൻ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്തതുപോലെ ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം ഉപവസിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ദൈവദാസീദാസന്മാർ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ അനുതപിച്ചു കരഞ്ഞ്, അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ എഴുന്നേറ്റ് അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ദൈവസഭയെ പൂർവ്വ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അതിനാധാരമായി വായിച്ചു കൊണ്ടാൽ മതി. ന്യായാധിപന്മാരുടെ കാലത്ത് തന്നെ ഇസ്രായേൽ ജനം യഹോവയെ ഉപേക്ഷിച്ചു. അന്യദൈവങ്ങളെ പല ആവർത്തി സേവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ചുറ്റും പാർത്തിരുന്ന കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിത്യർ, യെബൂസ്യർ എന്നിവരുമായി ഇടകലർന്ന് വിവാഹബന്ധം പുലർത്തുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം താരതമ്യം ചെയ്യണം. വിശ്വാസിച്ച് രക്ഷിക്കപ്പെട്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ആത്മാവിൽ ജീവിച്ച ദൈവജനങ്ങളുടെ ഇപ്പോഴത്തെ തലമുറ ഏത് വ്യക്തികളുമായി എങ്ങനെയുള്ളവരുമായി വിവാഹബന്ധം പുലർത്തുന്നു? അങ്ങനെ രക്ഷാനിർണയം പ്രാപിക്കാത്ത വ്യക്തികളെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് ചില്ലറ ദോഷമല്ല വരുവാൻ പോകുന്നത്. സൂക്ഷിക്കണം. ആഭരണം വേണ്ട എന്ന് പറഞ്ഞു ഉപേക്ഷിച്ചതിൻ്റെ ഫലമായി വിവാഹവേദിയിലോ പങ്ക്തിയിലോ ദൈവകൃപ പ്രാപിച്ച അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും ഇറക്കിവിട്ട സംഭവങ്ങൾ വരെയുണ്ട്. ആ തലമുറയുടെ പിൻതലമുറക്കാർ പത്തനംതിട്ട ജില്ലയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആഭരണം വാഴിച്ചു കൊടുക്കുന്ന കല്യാണ സമ്പ്രദായങ്ങൾ വന്നിട്ടില്ലേ? എന്നിട്ട് അത് ബഹുമാനത്തോടുകൂടെ ലോകത്തിൻ്റെ മുൻപിൽ കാണിക്കുന്നില്ലേ? ദൈവസഭ എവിടെ ചെന്നിരിക്കുന്നു? അവരുടെ ഇவ்வித അനാത്മീയ പ്രവൃത്തികളിൽ കൂടി അവരുടെ ദൈവം നൽകിയ പ്രമാണങ്ങളെ അവർ നിരസിച്ചു. എന്താണ് പ്രമാണം എന്ന് പുറപ്പാട് പുസ്തകം 34-16-ലും ആവർത്തന പുസ്തകം 7-3-ലും എഴുതിയിട്ടുണ്ട്. പ്രമാണത്തിൽ നിലനിൽക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരേണ്ടതിനായി ദൈവജനം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. അവർ വീണ്ടും വീണ്ടും ന്യായാധിപന്മാരുടെ കാലത്ത് അന്യദൈവങ്ങളെ ആരാധിച്ച ചരിത്രം കാണുക. ന്യായാധിപന്മാരുടെ പുസ്തകം 10-6. എന്തിനധികം ന്യായാധിപന്മാരുടെ കാലത്തു മാത്രമല്ല, ശലോമോൻ രാജാവിൻ്റെ മകനായിരുന്ന രഹബിയാവിൻ്റെ അവിവേക നിമിത്തം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ട ശേഷം വടക്കേ രാജ്യമാകുന്ന ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവായി തീർന്ന യൊരോബയാം അവൻ്റെ രാജ്യത്തിൻ്റെ 2 പട്ടണങ്ങളിൽ, പ്രധാന പട്ടണങ്ങളിൽ ദാനിലും ബേഥേലിലും 2 ആരാധനാസ്ഥലങ്ങൾ വേർതിരിച്ച്
2 പൊൻകാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി അവയെ ആരാധിക്കുകയും അവയെ നമസ്കരിക്കുകയും ശുശ്രൂഷിപ്പാൻ ദൈവകൽപ്പന ഉപേക്ഷിച്ച് ശ്രോതാക്കൾ ദയവ് ചെയ്ത് പുറപ്പാട് പുസ്തകം 29:3 മുതൽ 37, ലേവ്യ പുസ്തകം 8-1 മുതൽ 36, 23-33 വാക്യങ്ങൾ കൂടെ വായിക്കണം. യൊരോബാം എന്ത് ചെയ്തു? ലേവ്യരല്ലാതെ ജാതികളുടെ മര്യാദ പ്രകാരം ഒരു കാളക്കുട്ടിയെ 7 ആട്ടുകുറ്റന്മാരെ ഫീസായി കൊണ്ടുവരുന്ന ഏവരെയും ദൈവം അല്ലാത്ത കാളക്കുട്ടികളെ ശുശ്രൂഷിപ്പാനായി പുരോഹിതന്മാരാക്കി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 13-9, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 32 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇതേ അനാത്മീയ പ്രവൃത്തികൾ അല്ലേ ഇന്നത്തെ ദൈവസഭകളിലും കണ്ടുവരുന്നത്? സ്വയം ശോധന ചെയ്യുക. ദൈവകൃപ പ്രാപിച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രം വേറൊന്നും ചിന്തിക്കാതെ വിളിയുള്ള ദൈവദാസന്മാരെ വേദ അഭ്യസനം കൊടുത്ത് ഡിഗ്രിയും ഡിപ്ലോമയും PhDയും ഇല്ലാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ച ദൈവസഭകൾ പിന്നീട് പട്ടത്വ സഭകളിലെ പോലെ പൗരോഹിത്യ ഡിഗ്രികൾ സമ്പാദിപ്പാൻ ഓർത്തഡോക്സുകാരുടെ ബൈബിൾ സ്കൂളുകളിൽ, മാർത്തോമക്കാരുടെ, CSIക്കാരുടെ, ബാപ്റ്റിസ്റ്റുകാരുടെ എന്നു വേണ്ട പൂർണ്ണ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത എല്ലാ കോളേജുകളിലും, എന്തിനധികം വെറും പമ്പര വിഡ്ഢിത്വം പഠിപ്പിക്കുന്ന UTC പോലുള്ള സെമിനാരികളിൽ വരെ വിട്ട് പഠിപ്പിച്ച് അവിടെ ചെന്ന് അവരുടെ ഉപദേശത്തിൽ ആകൃഷ്ടരായി ഒരു കാലത്ത് അന്യഭാഷ സംസാരിച്ചിരുന്നവർ ഇന്ന് അന്യഭാഷയില്ലാതെ, പ്രവചനത്തിൽ വിശ്വസിച്ചിരുന്നവർ പ്രവചന ശുശ്രൂഷയില്ലാതെ ഇറങ്ങിത്തിരിച്ച് അവരുടെ തലച്ചോറിൽ കിടക്കും ഉപദേശങ്ങൾ പഠിപ്പിച്ച് അനാത്മീയ സഭകളെ വാർത്തുണ്ടാക്കുന്ന ഒരു തലമുറയിലല്ലേ നാം വന്നിരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. പത്രോസും പൗലോസും ഏത് സെമിനാരിയിൽ പഠിച്ചിട്ടാണ് തിരുവചനം രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്? ഡിഗ്രിക്കാരെ മതി പോലും, ഭാഷ പറയുന്നവരെ മതി പോലും, BDയും MDHും ഒക്കെ പഠിച്ചവരെ മതി ഞങ്ങൾക്ക് ശുശ്രൂഷകന്മാരായി. നോക്കണം അഡ്വർടൈസ്മെൻറ്റ്. അഭിഷേകവും ആത്മനിറവും ഉള്ളവരെ ഇന്നത്തെ സഭകൾക്ക് വേണ്ട. ശോധനീയം തന്നെ. രാജകീയ പുരോഹിതവർഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഏത് ലക്ഷ്യത്തോടുകൂടെ? ഞാൻ ഈ പറയുന്നതിൽ പലർക്കും താല്പര്യം കണ്ടു എന്ന് വരികയില്ല. പക്ഷേ ഇത് പറയാതിരിപ്പാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ദൈവവേല ചെയ്യുന്ന കർത്തൃദാസന്മാരെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. ഡിഗ്രിക്കാരെയും മറ്റും അല്ലെന്നുള്ളത് മറന്നു പോകരുത്. അത് ഓർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ദൈവവചനാടിസ്ഥാനത്തിൽ ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ആവശ്യമാർന്ന അഭിഷേകവും കൃപയും ദൈവദാസന്മാർക്ക് കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയിലേക്ക് അങ്ങയുടെ ഉണർവിനെ അയച്ച് സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ.